വിനോദ്, ഇപ്പോൾ ശ്രീ സിബി സത്യൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സിബി സത്യൻ, ഡൽഹി മദ്യനയ കേസിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. നേരത്തെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ ലഭിച്ചിരുന്നു. ഇപ്പോൾ ജാമ്യവും ലഭിച്ചിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അത് കെജ്രിവാളിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിൽ ആം ആദ്മിക്ക് ജാമ്യം എത്രമാത്രം നിർണായകമാകും? ആവർത്തിക്കാമോ? ഇതിപ്പോൾ ഇടക്കാല ജാമ്യം, അതിന് പിന്നാലെ ജാമ്യവും കിട്ടിയിരിക്കുന്നു കെജ്രിവാളിന്. ഇ ഡി എല്ലാവിധത്തിലും ഉള്ള എതിർപ്പ് കോടതിയിൽ പറഞ്ഞിട്ടും അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത് ആം ആദ്മി പാർട്ടിയുടെ വിജയമാണോ, കെജ്രിവാളിന്റെ വിജയമാണോ? ഇത് ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ വിജയമാണ് എന്ന് വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൃഗീയ ഭൂരിപക്ഷത്തിൽ ജുഡീഷ്യറിയെയും ഇ ഡിയെയും അടക്കം അല്ലെങ്കിൽ CBI തുടങ്ങിയ എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടിയ BJP ഇപ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിൽ താഴെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാക്കി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ ഓരോന്നും ആ നേരത്തെ ഉണ്ടായിരുന്ന ആ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ ആ കടുംപിടുത്തത്തിൽ നിന്ന് വിട്ടുമാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം നേരത്തെ മുൻകാലങ്ങളിൽ ഒരു ഡൽഹി കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു എന്നുകൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം മുൻകാലങ്ങളിൽ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മൃഗീയമായ ഒരു ജനാധിപത്യ അത്ര മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരു ഏകാധിപത്യ സ്വഭാവം എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന, ജനാധിപത്യത്തിന്റെ എല്ലാ കരങ്ങളെയും നിയന്ത്രിക്കുന്ന, അതിന്റെ ഒന്നാം തൂണിനെയും രണ്ടാം തൂണിനെയും മൂന്നാം തൂണിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന, ഇവൻ നാലാം തൂണിനെ വരെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു മൃഗീയ ഏകാധിപത്യ സ്വഭാവം ആയിരുന്നു അതിനു മുമ്പുള്ള സർക്കാർ കാണിച്ചിരുന്നത്. അവിടെ നിന്നും ഈ ഇലക്ഷൻ ഫലം ഈ പറയുന്നതുപോലെ BJPക്ക് കേവല ഭൂരിപക്ഷം നൽകിയില്ല. 240 സീറ്റുകൾ ഒതുങ്ങേണ്ടി വന്നു. ഒരു കൂട്ടുകക്ഷി മുന്നണിയായിട്ട് ഇന്ത്യ ഭരിക്കുന്നു. അതിനെ തുടർന്ന് ഇത് ആദ്യത്തെ നല്ല വാർത്ത പുറത്തു വരുന്നു. കേജ്രിവാളിന് ജാമ്യം കൊടുക്കാൻ ഒരു ഡൽഹി കോടതി തയ്യാറാവുന്നു. ഇത് സംശയമൊന്നും വേണ്ട, ജനാധിപത്യത്തിന്റെ വിജയമാണ് ആത്യന്തികമായിട്ട്. ആം ആദ്മിയുടെയും കേജ്രിവാളിന്റെയും വിജയമാണ്. ഇവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ട് ഈ പറഞ്ഞ ചാർജ് ഷീറ്റുകളിൽ വളരെ കൃത്യമായി ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള വ്യവസ്ഥകളോ അല്ലെങ്കിൽ കാരണങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും കോടതി കൊടുക്കില്ലായിരുന്നു. ഇപ്പൊ അത് കൊടുത്തത് തന്നെ ദുർബലമായ ചാർജ് ഷീറ്റ് ആകാം, അല്ലെങ്കിൽ അതിനൊരു തക്ക തെളിവുകൾ ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളതിന്റെ സൂചനകൾ തന്നെയാണ്. അപ്പൊ സിസോദിയുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറി ഒരു ഭയത്തിൽ നിന്ന് മുക്തമായി വരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ജനാധിപത്യത്തിന്റെ വിജയം എന്നതാണ് ശ്രീ സിബി സത്യൻ പറയുന്നത്. എന്തായാലും ഗോപാൽ റായ് ആം ആദ്മിയുടെ ഡൽഹി മന്ത്രി കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഡൽഹിയിലെ ജനങ്ങളുടെ വിജയമാണ് ഈ ജാമ്യം എന്ന നിലയിലാണ് ദേശീയ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ച കെജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും എന്ന വിവരങ്ങൾ